എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽമണ്ണയിലെ തങ്കേത്തിൽ അഗ്രോ ഫാമിലാണ്. ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ അടങ്ങുന്ന ഒരു പുതിയ വീഡിയോ തന്നെയാണിത്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. കാറ്റിമൂണിൻ്റെ മാവിൻ്റെ പ്ലാന്റുകൾ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൽ വന്നപ്പോൾ ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ നിറയെ കായ്ച്ച് നിൽക്കുന്നത് കണ്ടോ. ഇവിടെ ചെറിയ മാങ്ങ കായ്ച്ചെങ്കിൽ ഇവിടെ വലിയ മാങ്ങ കായ്ച്ച് നിൽക്കുന്നത് നല്ല നല്ല പ്ലാന്റുകൾ തന്നെയാണ്. ഇതിവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഫ്ലവർ വന്നത് വേറെ ഉണ്ടതാ. നല്ല വലിയ മരം തന്നെയാണ്, നല്ല വലിയ ചട്ടി തന്നെ വെച്ചിട്ടുള്ള നല്ല മരങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഇവിടെ സെയിൽ ചെയ്യാനുള്ളതാണ്. ഫ്ലവർ വന്നിട്ടുണ്ട്, ഇതിലെല്ലാത്തിനും ഫ്ലവർ വന്നിട്ടുണ്ട്. നല്ല കൊലയായിട്ട് കായ്ച്ചു നിൽക്കണം. ഈ ഒരു കൊലയിൽ തന്നെ ഇപ്പോൾ ഒരു 10 മാങ്ങ ഉണ്ടാവും. ഇത് വേറെ ഒന്ന് ഇനി വേറെ ഇഷ്ടം പോലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറയെ ഫ്ലവർ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ളത് തന്നെയാണ് കേട്ടോ. ഇതിപ്പോ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ആ ഫ്ലവർ കണ്ടിട്ട്. അപ്പൊ നിന്റെ പഴയ വീഡിയോയിൽ തന്നെ ഒരു ഫ്ലവർ ഉണ്ടല്ലോ നേരത്തെ, കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ഉണ്ടായിരുന്നു. കായോട് കൂടി നമ്മൾ കാണുന്നത് ഇത് മിയാസാക്കിയാണ്. കൈ വെച്ച് നോക്ക്, കടവണ്ണം അത്യാവശ്യം നല്ല കടവണ്ണമുള്ള നല്ല പ്ലാന്റുകൾ തന്നെയാണ്. ഇതിവിടൊക്കെ ഒരുപാടുണ്ട്. ഇതോ ഈ കാണുന്നൊക്കെ മിയാസാക്കി തന്നെയാണ്. കണ്ടോ നല്ല ബുഷായിട്ടുള്ള മരം. ഇതൊക്കെ മിയാസാക്കി കേട്ടോ. അപ്പൊ നമ്മൾ ആ മേലെ കാഴ്ച നിൽക്കുന്ന ആ അതേ സെയിം മരങ്ങൾ തന്നെയാണ്. ഇതൊക്കെ അത്യാവശ്യം ഫ്ലവർ വരാൻ സാധ്യതയുള്ള, അതായത് പെട്ടെന്ന് തന്നെ ഫ്ലവർ വരാൻ സാധ്യതയുള്ള നല്ല മരങ്ങൾ തന്നെയാണ് കാണുന്നത്. ഈ പ്രാവശ്യം തന്നെ ഫ്ലവർ വരാൻ സാധ്യതയുള്ള നല്ല നല്ല മരങ്ങളാട്ടോ അതൊക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ റേറ്റും ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയിൽ ഓഫറായിട്ട് കൊടുത്തിരുന്നത് ആ ഓഫർ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമുക്ക് ആ ഓഫറിൽ കൊടുത്തൂടെ? അതേ ഓഫർ തന്നെ ചെയ്യാം. കാരണം ഈ പ്രാവശ്യം കൂടെ കേട്ടോ. ഇനി നമ്മൾ വില മാറും. കാരണം ഇതിന് നമുക്ക് വെള്ളം നനക്കണം, ഇതിന് പരിചരിക്കണം, മെഡിസിൻ അടിക്കണം. ഇതൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സാധനമല്ല. അപ്പൊ അതിന്റെ റേറ്റ് നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. അന്ന് നമുക്ക് ഒരു ഓഫറിന് തന്നാണ് 3 റുപ്യക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. നിനക്ക് 2,750 തന്നു. അത് തന്നെ ഇപ്രാവശ്യം കൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഈ കാണുന്നത് ബനാന മാംഗോന്റെ നല്ല പ്ലാന്റുകളാണ്. കണ്ടോ, ഇത് ഒരുപാട് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ എല്ലാ സൈസിലും ഉള്ളു കേട്ടോ. ഈ സൈസിലുള്ളതുണ്ട്, ഇതിന്റെ വലുതുള്ളതുണ്ട്. ഇത് അത്യാവശ്യം കടവണ്ണക്കുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഒരുപാട് ഇവിടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. നമുക്ക് ഈ സൈസ് എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് 2,500 കൊടുക്കാം. 2,500 കൊടുക്കാം. ഈ സൈസ് ആണ് കേട്ടോ 2,500 പറഞ്ഞാൽ. ഇതിന്റെ വലുതുണ്ട് നമ്മളത്തെ. ഇതിന്റെ ബിഗ് സൈസ് ഉണ്ട്. ഇതാണ് ഈ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ വണ്ണം കാണിച്ചു കൊടുക്കാം. ഈ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ ഇത് 1 വർഷം കൂടെ കൂടുതൽ പഴക്കമുള്ളതാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 രൂപ. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണല്ലോ. നല്ല മേലക്കും ഉണ്ട്. അങ്ങനെ വരുന്നതിന് നമുക്ക് 3,000 രൂപ ഇങ്ങനെ വണ്ണമുള്ളത്. അത്യാവശ്യം നല്ല സൈസായ സാധനങ്ങളാണ്. ഗംഗാബോണ്ട് തെങ്ങിൻ തൈകളാണിത്. അത്യാവശ്യം നല്ല തെങ്ങിൻ തൈകൾ തന്നെയാണ്. മേലക്കൊക്കെ നല്ല ഓലയുള്ള അടിപൊളി തെങ്ങിൻ തൈകളാണ് കാണുന്നതൊക്കെ. ഇത് ഈ ഫാമിൽ കൊടുക്കുന്നത് വെറും 1,500 രൂപയ്ക്കാണ്. അത്യാവശ്യം ഇത് ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ട്. ആവശ്യക്കാർക്ക് വിളിക്കാനുള്ള നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ ബനാന മാങ്ങിന്റെ വലിയ മരം കണ്ടില്ലേ? വലുതും സൈസ്, മീഡിയം സൈസും ലാർജൊക്കെ കണ്ടു. അതിന്റെ ചെറിയ പ്ലാന്റ് ആണിത്. അതായത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. 10-14 കവറിൽ സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു പ്ലാന്റുകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. നമ്മളെ ബായിന്റെ ഏകദേശം അത്രത്തോളം വലിപ്പം വരുന്ന പ്ലാന്റുകൾ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഇത് നമ്മൾ കൊടുക്കുന്നത് 300 രൂപ വെച്ചിട്ടാട്ടോ. നല്ല പ്ലാന്റുകൾ തന്നെയാണ്, നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നതൊക്കെ. ലെമണിന്റെ ഒരു വെറൈറ്റി ആണ് ഇത് കാണിക്കുന്നത്. ലെമൺ ഏതാ വെറൈറ്റി നമ്മൾ ബായിനോട് ചോദിക്കുക. ബായ്, ഇത് ഏതാ ലെമൺ വെറൈറ്റി? ഇത് സ്വീറ്റ് ലെമൺ മൾട്ട ആണ് പറയാ. സ്വീറ്റ് ലെമൺ മൾട്ട. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് ഈ കാണുന്നതൊക്കെ. അത്യാവശ്യം ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട് ഈ സാധനങ്ങൾ. ഇത് എത്ര രൂപ കൊടുക്കാം ബായ്? ഇത് 300 രൂപ. 300 രൂപയ്ക്ക് തന്നെ നമുക്ക് ഈ സ്വീറ്റ് ലെമൺ കൊടുക്കാൻ പറ്റും. അടിപൊളി പ്ലാന്റുകൾ തന്നെ അതൊക്കെ. ഈ കാണുന്നത് കാറ്റിമൂൺ മാവിന്റെ പ്ലാന്റുകളാട്ടോ. അങ്ങോട്ട് അത്രയും ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അങ്ങോട്ടേക്കും ഉണ്ട്. കൂടാതെ തന്നെ ഇവിടെയൊക്കെ കാറ്റിമൂൺ വേറെ സ്ഥലങ്ങളുണ്ട്, വേറെ സ്ഥലത്തുണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്, പിന്നെ മുകളിലുണ്ട്, അവിടെ മേലൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫ്ലവർ വന്നിട്ടുള്ള കാറ്റിമൂൺ കാണുന്നുണ്ടോ? ബായി കാണിക്കുന്നത് ഫ്ലവർ വന്ന കാറ്റിമൂണാണ് കാണിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ അത്യാവശ്യം നല്ല നല്ല ഹെൽത്തി പ്ലാന്റുകൾ തന്നെയാണ്. ബായ്, ഈ ഫ്ലവർ വന്നതൊക്കെ എത്ര രൂപ കൊടുക്കാം? ഇത് 200 രൂപ കൊടുക്കാം. 200 രൂപ കൊടുക്കാം. 200 രൂപയ്ക്ക് അത്യാവശ്യം നല്ല പ്ലാന്റ് തന്നെ കാണുന്നതൊക്കെ. അവിടെ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് കാണുന്നതൊക്കെ കാറ്റിമൂണാണ്. ഇതിപ്പോ ഒരു സെക്ഷൻ ആണ്. ബായ്, അപ്പുറത്ത് മേലല്ലേ ഇരിക്കുന്നില്ലേ? മേലുണ്ട്, അപ്പുറത്തുണ്ട്, ആ സൈഡിലൊക്കെ ഉണ്ട്. ഇതിന്റെ മേലെ അപ്പുറത്ത് ഉണ്ട്. ഒരുപാട് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇത് നഴ്സറിക്കാർക്കും കൊണ്ടുപോകട്ടോ. അത്രയും സ്റ്റോക്ക് ഇവിടെ
അവൈലബിൾ ആണ്. നേഴ്സറിക്കാരുടെ റേറ്റ് ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഇവിടുത്തെ ബോസ് പറഞ്ഞുതരും. ഉണ്ടോ ഫ്ലവർ വന്നേ കാറ്റിമോന്റെ നല്ല നല്ല പ്ലാന്റുകളായി കാണുന്നത്. ഇതിപ്പോൾ കൊടുക്കുന്നത് 200 രൂപക്കാണ്. നമ്മളിപ്പോൾ കാറ്റിമോന്റെ ചെറിയ പ്ലാന്റുകൾ അവിടെ കണ്ട് അതിന്റെ വലിയ പ്ലാന്റായി കാണുന്നത് കണ്ടോ. ബായിന്റെ അത്രത്തോളം വലുപ്പം വരുന്ന നല്ല നല്ല പ്ലാന്റുകൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഒരുപാട് ഇതും സ്റ്റോക്ക് ഉണ്ട്. ഈ സൈസിലുള്ളത് ഇവിടെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നമ്മളവിടെ കണ്ടത് ചെറിയ സൈസാണ്. അപ്പൊ അതിന്റെ വലിയ സൈസായി കാണുന്നത്. ബായ് ഈ കാറ്റിമോൺ മാംഗോ ഒക്കെ എത്ര രൂപ കൊടുക്കാം നമുക്ക്? ഇത് 500 രൂപയിൽ കൊടുക്കാം. 500 രൂപ. 500 രൂപക്കാണ് ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കടവണ്ണൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കടവണ്ണം തന്നെയാണ്. നല്ല ഹൈറ്റ് ഉള്ള നല്ല മരങ്ങളാണ്. ഉണ്ടോ കാറ്റിമോന്റെ ഫ്ലവർ വന്നതൊക്കെയാണ് ഈ കാണുന്നത്. ഇതിലൊക്കെ ഫ്ലവർ വന്ന് പോയതാണ്. ഇവിടെ മാംഗോ വന്നതുണ്ട്. എവിടെ മാങ്ങ? ഇതാ മാങ്ങ വന്ന മരമുണ്ട്. ഇതൊക്കെ എന്തായാലും 100% ഉറപ്പിക്കാം. ഇതിലൊക്കെ ഫ്ലവറും കായും വരും എന്നുള്ളതിനുള്ള തെളിവുകളാണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ 500 രൂപക്കാണ്. ഇതിന്റെ ചെറുത് 200 രൂപന്റെ നമുക്കിവിടെ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. അതിലൊക്കെ ഫ്ലവർ വന്ന് പോയതാണ്. സബാറന്റെ നല്ല ബുഷ് തൈകളായി കാണിക്കുന്നത്. ഇത് നമ്മളടുത്ത് ഒരുപാട് ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇത് ഏകദേശം 4 വർഷം പ്രായമുള്ള സബാറാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത്യാവശ്യം ഇനി 2 വർഷം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ ഫ്ലവറും അതുപോലെ തന്നെ നല്ല കായ് വരാൻ സാധ്യതയുള്ള നല്ല മരങ്ങളായി കാണിക്കുന്നത്. കണ്ടോ ഇതൊക്കെ നല്ല നല്ല തൈകൾ തന്നെയാണ്. ഇവിടേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. നമ്മൾ ഇത്രയും നല്ല ഈ പ്ലാന്റ്, അതായത് ഇത്രയും നല്ല ഹെൽത്തി ബുഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ വെറും 1000 രൂപക്ക് കൊടുക്കുന്നത്. ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ. വെറും 1000 രൂപക്കാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത്. മാത്രമല്ല ഇതിന്റെ ചെറിയ തൈകളുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. 200 രൂപ തൊട്ടിട്ട് ഇതിന്റെ ചെറിയ തൈകളുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസ് നമ്മൾ 1000 രൂപ ഒരു ഓഫർ എന്ന നിലയ്ക്ക് ഇപ്പോൾ കൊടുക്കുകയാണ്. നല്ല ബുഷ് തൈകൾ തന്നെ കേട്ടോ. 4 വർഷം പ്രായമുള്ള തൈകളാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇതൊക്കെ ഇനി 2 വർഷം കൊണ്ട് കായ, അതുപോലെ തന്നെ ഫ്ലവർ നിറയെ വന്നിട്ട് ഈ കൊമ്പിലൊക്കെ നല്ല നല്ല കായ വരാൻ സാധ്യതയുള്ള നല്ല സബാറയാണ് കാണിക്കുന്നത്. 1000 രൂപക്കാണ് ഇത് ഓഫർ റേറ്റിൽ കൊടുക്കുന്നത്. ആരും ഈ ഓഫർ മിസ്സാക്കണ്ട. 1000 രൂപക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. നല്ല ബുഷ് തൈകൾ തന്നെ കേട്ടോ. റംബുട്ടാൻ N18 നമ്മൾ കാണിക്കുന്നത്. N18 അത്യാവശ്യം ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ബൈ അത് നിർത്തേ. റംബുട്ടാൻ N18 അല്ലേ ബൈ? ഇത് N18 നമുക്ക് എത്ര രൂപ കൊടുക്കാത്? ഇത് 250 രൂപയ്ക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള റംബുട്ടാന്റെ തൈകൾ അവിടെ കൊടുക്കുന്നത്. വിയറ്റ്നാം സൂപ്പർലറുടെ നല്ല നല്ല പ്ലാന്റുകളെ കാണിക്കുന്നത്. കണ്ടോ ഇത്രയും നല്ല പ്ലാന്റുകളൊക്കെ നമ്മൾ വെറും 150 രൂപക്ക് കൊടുക്കുന്നത്. കണ്ടോ ആ ബായി കൈ പിടിച്ച ഈ പ്ലാന്റ് ഒക്കെ 150 രൂപക്കായിട്ട് കൊടുക്കുന്നത്. ഇത് വിയറ്റ്നാം സൂപ്പർലറുടെ കുറച്ചും കൂടി വലുപ്പമുള്ള പ്ലാന്റാണ് കാണിക്കുന്നത്. ഇതിൽ ചക്കൊക്കെ വന്നിട്ടുണ്ട്. ചക്ക വന്നിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് ഇതൊക്കെ. ഉണ്ടോ അവിടെയൊക്കെ ചക്ക വന്നിട്ടുള്ള നല്ല നല്ല പ്ലാന്റുകളാണ്. ബൈ ഇത് എത്ര രൂപ കൊടുക്കുന്നത്? ഇത് 500 രൂപക്കാണ് ഈ പ്ലാന്റ് ഇവിടെ കൊടുക്കുന്നത്. ഇതിൽ ചക്ക വന്നിട്ട് കേട്ടോ. അമ്പഴത്തിന്റെ നല്ല നല്ല പ്ലാന്റുകൾ കേട്ടോ. ഫ്ലവർ വന്നിട്ടുള്ള അടിപൊളി പ്ലാന്റുകളായി കാണിക്കുന്നതൊക്കെ കണ്ടോ. ബൈ ഏകദേശം ബൈ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെ അല്ലേ? നല്ല വലുപ്പുണ്ട്. കണ്ടോ വലുപ്പം കണ്ടോ. അമ്പഴയുടെ നല്ല ഫ്ലവർ വന്നിട്ടുള്ള മരങ്ങൾ. ബായിനേക്കാളും വലുപ്പമുണ്ട്. ഇതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. ഇതൊക്കെ റംബുട്ടാന്റെ സെക്ഷൻ ആട്ടത്. ഇതൊക്കെ ബഡ് ചെയ്തിട്ടുള്ള റംബുട്ടാനുകളാണ്. റംബുട്ടാൻ്റെ ഒരുപാട് തൈകൾ അവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. കണ്ടോ ഇതൊക്കെ ബഡ് ചെയ്തിട്ടുള്ള റംബുട്ടാനുകളാണ്. ഇതൊക്കെ നമ്മളെ ഫാമിൽ ഒരുപാട് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിന്റെ വലിയ മരങ്ങളായി കാണുന്നതൊക്കെ കണ്ടോ. ഇതൊക്കെ റംബുട്ടാന്റെ വലിയ വലിയ മരങ്ങളാണ്. ഇതിൽ മിക്കവാറും മരങ്ങളിലൊക്കെ ഫ്ലവർ വന്നിട്ടുള്ള മരങ്ങളാണ്. ഇതിൽ ഫ്ലവർ മാത്രമല്ല അവിടെ കായപിടുത്തം വന്നിട്ടുണ്ട്. ഉണ്ടോ ഇതിലൊക്കെ നിറയെ ഫ്ലവർ വന്നിട്ടുണ്ടോ. ഈ മരത്തിലൊക്കെ എല്ലായിടത്തും ഫ്ലവർ വന്നിട്ടുള്ള നല്ലൊരു മരമാണ്. ബുഷായിട്ടുള്ള നല്ല മരമാണിത്. ഇത് ജാതിന്റെ മരങ്ങളാട്ടോ. ജാതിയുടെ ഒരുപാട് തൈകൾ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ബൈ ഇതാണ്ടല്ലേ നല്ല അടിപൊളി തൈകളാണ് ജാതിന്റെ കാണിക്കുന്നതൊക്കെ. ഫ്ലവർ വന്നിട്ടുള്ള പേരയുടെ മരങ്ങളൊക്കെ നമ്മൾ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. നല്ല അടിപൊളി പ്ലാന്റുകൾ തന്നെ കാണിക്കുന്നതൊക്കെ. എല്ലാ വെറൈറ്റി പേരകളും ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. കണ്ടോ അവിടെയൊക്കെ പേരകൾ നല്ല നല്ല തൈകളാണ് ഈ കാണുന്നതൊക്കെ. കണ്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ഫ്ലവർ തന്നെയാണ്. ഫ്ലവറും വന്നിട്ടുണ്ട് ഇതിലൊക്കെ. ഈ പ്ലാന്റ് ഒക്കെ എത്ര രൂപ കൊടുക്കാം നമുക്ക്? അത് 200 രൂപയിൽ കൊടുക്കാം. 200 രൂപയ്ക്ക് 200 രൂപയ്ക്ക് നല്ല പ്ലാന്റ് തന്നെ കേട്ടോ. നമ്മൾ ഈ കാണുന്നത് ചെറുനാരങ്ങന്റെ മരങ്ങളാട്ടോ. ഇതിൽ ചെറുനാരങ്ങ വന്നതുകൊണ്ട് കണ്ടോ അതിലൊക്കെ ചെറുനാരങ്ങ വന്നിട്ടുണ്ട്. നല്ല നല്ല മരങ്ങൾ തന്നെയാണ്. അതാ ഇവിടെ ഒക്കെ ഉണ്ട് പറഞ്ഞു കാണിക്കുന്നില്ലേ. കണ്ടോ നല്ല മരങ്ങളുണ്ട് ഇവിടെ. അതാ ഇതിലൊക്കെ ചെറുനാരങ്ങ വന്നിട്ടുണ്ട്. നല്ല നല്ല മരങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. ബൈ ഈ ചെറുനാരങ്ങ എത്ര രൂപ കൊടുക്കാം നമുക്ക്? ഇത് 200 രൂപയിൽ കൊടുക്കാം. ഇത് സീഡ്ലെസ് ലെമൺ ആട്ടോ. കായോട് കൂടിയിട്ടുള്ള സീഡ്ലെസ് ലെമണിന്റെ മരമാണ് ഈ കാണുന്നത്. ഉണ്ടോ നല്ല
കായ വന്നിട്ടുണ്ട് ഈ മരത്തിലൊക്കെ. കാണുന്നത് തായ്ലാൻഡ് റെഡ് ചാമ്പ കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള നല്ല മരങ്ങളൊക്കെ അവിടെ സ്റ്റോക്ക് ഉണ്ട്. ബുഷ് ഓറഞ്ചിന്റെ നല്ല തൈകൾ നമ്മൾ കാണുന്നത്. ഇതിലൊക്കെ കായ ഉണ്ട്. ഇതിലൊക്കെ കായ വന്നിട്ടുണ്ട്. ഇത് എത്ര രൂപ നമ്മൾ കൊടുക്കുന്നത് ബുഷ് ഓറഞ്ച് ഭായി? ഇത് 200 രൂപ കൊടുക്കാം. 200 രൂപ കൊടുക്കാം. ഇതിലെല്ലാത്തിനും കായ വന്നിട്ടുള്ളതാണ്. സ്റ്റാർ ഫ്രൂട്ടിന്റെ പ്ലാന്റ് കാണുന്നത്. ഇതിൽ കായ വന്നിട്ടുണ്ട്. കായ വന്നിട്ടുള്ള നല്ല നല്ല തൈകളാണ് ഇതൊക്കെ. ഇതിന്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ, അതായത് വീട്ടിൽ കൊടുത്തുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മളെ ബോസ് താൽക്കാലികം ഇവിടെ ഇപ്പോൾ ഒന്ന് ഒരു അത്യാവശ്യത്തിന് പോയതാണ്. അതുകൊണ്ട് വില അറിയാൻ ഇത് പറയാൻ പറ്റുന്നില്ല. നമ്മൾ ബായിക്ക് അറിയില്ല. ബായിക്ക് അറിയോ വില? അറിയില്ല. ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ബായ് ഇത് കാണിക്കുന്നു. ഇതിലൊക്കെ കാഴ്ചിട്ടുണ്ട്. ഇവിടൊക്കെ കാഴ്ച നിൽക്കണം. അബിയുവിന്റെ നല്ല തൈയാണ് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ബുഷൊക്കെ ആയിട്ടുള്ള നല്ല മരം തന്നെയാണ്. നമ്മളെ ബായിനേക്കാളും പൊക്കം വരുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണിത്. സൂപ്പർ മരം തന്നെ കേട്ടോ. ഇതിന്റെ ഇലകളൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുള്ള നല്ല മരം തന്നെ. ഇതൊക്കെ സബാറ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണിത്. ഇതിലൊക്കെ നിറയെ കാഴ്ചയുണ്ട് കേട്ടോ. അതൊക്കെ എല്ലാവർക്കും കാഴ്ച നിൽക്കുന്നുണ്ട്. ഈ ഫാമിൽ നിന്നും സ്ഥിരമായിട്ട് നഴ്സറിയിലേക്ക് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എന്താണ് ആ വ്യക്തിക്ക് ഈ ഫാമിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലാനുകളെ കുറിച്ചും പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു വണ്ടി നിറയെ തൈകളുണ്ട് അല്ലേ? ഇത് എവിടേക്കാണ്? തിരുവാലിക്ക. ഇതിപ്പോ ഇത് മാത്രല്ല, 2-3 ട്രിപ്പായി ഇപ്പൊ കൊണ്ടുപോകണം. തിരുവാലിയിൽ ഞാനൊരു നഴ്സറി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. എൻ്റെ പേര് രാധാകൃഷ്ണനാണ്. തിരുവാലി അവിടെ ഒരു നഴ്സറി ഇതേമാതിരി തുടങ്ങാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും ചെടികൾ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെയിലിന് വേണ്ടിയിട്ടല്ല, ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിൻ്റെ ആരംഭഘട്ടത്തിൽ ഞാൻ പല സ്ഥലത്തും സാധനങ്ങളൊക്കെ എടുത്തിരുന്നു. ഇപ്പം മൂപ്പര് ഇവിടുന്നും 2-3 തവണയായി ഇപ്പോൾ എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 600-700 തൈകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ കാട്ടിമൂണ് ഒരു 500 ഉണ്ട്. റെഡ് ബനാന ഒരു 200-250 ഉണ്ട്. പിന്നെ റംബുട്ടാൻ അതൊരു 200 ഒക്കെയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ ഇതുപോലെ 2 തവണയായിട്ട് കൊണ്ടുപോയിരുന്നു. അത്യാവശ്യം നല്ല പിന്നെ ഒരു ചാൻസുള്ള റേറ്റാണ്. നല്ല സെലക്ഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ പെരിന്തൽമണ്ണയാണ് ഇപ്പോൾ അടുത്ത്. പെരിന്തൽമണ്ണ അടുത്ത അരിപ്പുറയാണ്. അപ്പോൾ അതുകൊണ്ട് സൗകര്യം കൂടുതലുണ്ട്. അത്യാവശ്യം നമ്മൾ സെലക്ഷനും കൂടുതൽ നല്ലോണം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ അത്യാവശ്യം. പിന്നെ മാവിനങ്ങൾ, പ്ലാവ്, അത്യാവശ്യം നമ്മൾ ഇഷ്ടപ്പെട്ട ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ 2-3 പ്രാവശ്യമായിട്ട് വരാനുള്ള കാരണം. ചിലപ്പോ ആളുകള് സാധാരണ ഈ മണ്ണുത്തിന്നൊക്കെയാണല്ലോ. ഇല്ല, ഇവിടെ വ്യത്യാസമുണ്ട്. അത് പിന്നെ വേറൊരു ബിസിനസ് ലെവലല്ലേ. ഇത് കുറച്ചും കൂടെ നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ട് ഇത് തോന്നുന്നുണ്ട്. ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഇത് തോന്നുന്നുണ്ട്. വിലയും അതേ ഇത് അതിന്റെ ഒരു സ്റ്റെപ്പും കൂടെ മേലെ ആയിട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൊണ്ടാണ് ഇവിടുന്ന് എടുക്കുന്നത്. 1000 തൈ ഇപ്പൊ ഇവിടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടാവും. 3000 തൈ കൊണ്ടുപോയില്ലേ? ഇവിടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ മാവിന്റെ കാര്യം മാവ് പല ഐറ്റങ്ങള്. പിന്നെ അങ്ങനെ ഞാൻ ഒരു റംബുട്ടാൻ കൂടുതൽ മാവ് ഐറ്റംസ് അവിടുന്ന് കൊണ്ടുപോകും. ഇനി പോയിട്ട് വരണം. വരും തീർച്ചയായിട്ടും വരും. ഇനി പിന്നെ കൊടുത്ത ഓർഡർ പറഞ്ഞാൽ തന്നെ ഇനിയും കൊണ്ടുപോകാൻ ബാക്കിയുണ്ട്. തന്നെ ഒരു 900 തൈകളായില്ല. ഇതിൽ കൂടുതൽ കൊള്ളില്ലല്ലോ. ഓക്കെ, ഇനി കാണാം. ഓക്കെ.